ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് ആദ്യം ഓഡിയൻസിനെ തന്നെ വിളിക്കാം. അടൂരിൽ നിന്നുള്ളവരാണ്. അടൂരിൽ നിന്നുള്ള രക്ക ഫോക്ക് ബാൻഡ് അവിടെ നിന്നുള്ളവരാണ്. ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് എപ്പിസോഡിൽ ഇരുന്ന് ചിരിക്കാം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ബിജുക്കുട്ടൻ ചേട്ടൻ, മണിക്കുട്ട. സ്വാഗതം. ടീം റെഡിയാണ്, സ്കിറ്റ് റെഡിയാണ്. പോൾസേട്ടൻ, ബാസിയേട്ടൻ കൂടെ, മായ അടിക്കൈ. വേറെ അയ്യോ, തുറന്നപ്പോഴേ പ്രശ്നമാണല്ലോ. 90-കാരിയെ 20-കാരൻ കയറി പിടിച്ചു. അമ്പടാ, അവൻ്റെയൊക്കെ പെടലി അടിച്ചോടിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഏതായാലും വിശദമായിട്ട് നോക്കിയേക്കാം. കോഴിക്കോട് സ്വന്തം ലേഖകൻ ബസ്സിൽ നിന്നും വീഴാൻ തുടങ്ങിയ 90-കാരിയെ 20-കാരൻ കയറി പിടിച്ച് ജീവൻ രക്ഷിച്ചു. അടിപൊളി. ആ പിടുത്തായിരുന്നു. ഞാൻ ഏതൊക്കെ വഴിക്ക് പോയി. ഓരോരോ ഹെഡിങ് കൊടുക്കും. വാർത്ത വേറെ, ഹെഡിങ് വേറെ. തുടങ്ങിയത് ഒരു സ്ഥലത്ത്, നിർത്തിയത് വേറൊരു സ്ഥലത്ത്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചേ ഇതൊക്കെ നമ്മൾ അറിയാതെ ആ റൂട്ടിലേക്കായി പോകും. അതുപോലത്തെ പരിപാടിയായി ഇവിടെയൊക്കെ നടക്കുന്ന നാട്ടിൻപുറത്ത്. പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീകൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ച് വസ്ത്രം ധരിച്ചാൽ കുറച്ചൊക്കെ വ്യത്യാസം വരുമായിരിക്കും. വന്ന് പിന്നെ ഓരോരുത്തരുടെ മൈൻഡില്ലേ ഇതൊക്കെ. ഓരോരോ ഷാളിടാതെ എവിടെ പോകുന്നു? കുളിക്കാൻ പോകുമ്പോ എന്തിനാ ഷോൾ ഇടുന്നത്? അതിനെ കുളിക്കാൻ പോകുമ്പോൾ ഷാളിട്ട തല പൊട്ടി തെറിയോ? ഇവിടെ ആരും ഇല്ലല്ലോ, നമ്മളല്ലേ ഉള്ളൂ. നമ്മളല്ലേ ഉള്ളൂ. എടീ, മീറ്റർ റീഡിങ്ങിന് KSEB ആള് വരുമ്പോൾ അവൻ നിന്നെ ശ്രദ്ധിച്ചാലോ? റീഡിങ്ങിന്റെ ആള് തോണ്ട അവിടെ നിക്കത്തേ ഉള്ളൂ. അവൻ അവിടെ നിന്നുണ്ട് അതേ മീറ്ററിൽ നിന്നെ നോക്കിയാലോ? ഒന്ന് പോയേട്ടാ, ക്ലീശയാണ്. അതല്ലേ ഓരോരുത്തന്മാർ ഇങ്ങോട്ട് കണ്ണും വെച്ചിരിക്കുവോ? അതാരാ അവിടെ നിക്കുന്നത്? ഇല്ല, ജീവ ഇരുന്ന് നോക്കണോ? അത് ടിവിയിലാണ്. അത് ടിവിയിലാന്ന്. ടിവിയിലാണല്ലോ അവന്റെ കണ്ണിവിടെ. അതറിയാമോ? കഷ്ടമുണ്ട്. മീറ്ററിന്റെ കേസ് വിട്. നീ സീമന്തര സിന്ദൂരം തൊട്ടിട്ടുണ്ടോ? നോക്ക്. എടി, അത് മുടി വെച്ച് മറച്ചിട്ടൊരു കാര്യമല്ലേ. കാണണം, നീ വിവാഹിതയാണെന്ന് വരുന്നവർ കാണണം. ഇത് നമ്മുടെ വീടിന്റെ അകമാണ്, അല്ലാതെ ഹൈവേ അല്ല. ഇത് ഹൈവേ അകത്താണ് നിന്റെ പ്രശ്നം ആണോ? അതാണോ നിന്റെ പ്രശ്നം? എന്താ ചേട്ടന്റെ പ്രശ്നം? എന്താ ഇന്ന് രാവിലെ പ്രകാശം വന്ന എന്തിനടി? ഇന്ന് രാവിലെ പ്രകാശം വന്ന എന്തിനാ? അതെന്റെ കയ്യിൽ നിൽക്കുന്നതാണോ? സൂര്യൻ ഉദിക്കുമ്പോ പ്രകാശം വരില്ലേ? അടിപൊളി. ആ റൂട്ട് തിരിച്ചു വിട്ട വിടിയില് എടി, ഞാൻ അപ്പുറത്തെ വീട്ടിലെ പ്രകാശൻ. അവൻ എന്തിനാ ഇവിടെ വന്നത്? ആ പ്രകാശൻ അവൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ. വെള്ളം കുടിക്കാൻ അവന്റെ വീട്ടിൽ നല്ലൊരു കിണറും വെള്ളം ഉണ്ടല്ലോ. അവൻ അവിടുന്ന് കുടിച്ചാ പോരെ? അത് കിണറ്റില് പൂച്ച വീണ് ചത്തൂന്ന്. പൂച്ച വീണതായിരിക്കല്ല, അവൻ ഇവിടെ വരാൻ വേണ്ടി പൂച്ചനെ തള്ളിയിട്ടായിരിക്കും. എന്തുവാ ചേട്ടാ അങ്ങനൊന്നും പറയല്ലേ. അയാൾ എന്നോട് ഭയങ്കര മാന്യമായിട്ടാ. ആദ്യം മാന്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. പ്രകാശനുമായിട്ടുള്ള കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതിച്ചോറ് മേടിക്കുമ്പോൾ കിട്ടുന്ന മോരുകറിയില്ലേ, മറ്റേ പ്ലാസ്റ്റിക് കൊണ്ടത്, അത് പൊട്ടിക്കുന്ന അവസ്ഥയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞ? അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങും വെക്കാനും പറ്റിയല്ല. നമ്മുടെ കൂടെ തന്നെ കൊണ്ടു നടക്കേണ്ടി വരും. എങ്ങോട്ടും വെക്കണ്ട, ഞാനേ പോയി കുളിച്ചിട്ട് വരാം. എനിക്ക് കുളിക്കണം, എനിക്ക് പോണെന്ന്. നീ നട്ടുച്ചൊക്കെ കുളിച്ച് അവിടെ പോകുന്നു? എനിക്ക് അയൽക്കൂട്ടത്തിലെ മീറ്റിംഗ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. നീ ഏത് വഴിക്കാ പോകുന്നത്? ഞാൻ ആ പ്രകാശിന്റെ പറമ്പ് കൂടെ അങ്ങ് പോയാലേ. വേണ്ട വേണ്ട, നീ നേരെ ചെന്നിട്ട് ഞങ്ങളെ ചുറ്റി വളഞ്ഞ വഴി കൊണ്ടോണ്ട് അതിലെങ്ങ് പോയാ മതി. ചുറ്റിക്കെട്ടാന്ന്. പ്രകാശിന്റെ വീട്ടിൽ കൂടെ കയറി പോയാൽ അത് വള്ളിക്കെട്ടാകും. മിണ്ടാതിരിക്കാവോ? ഞാൻ ഒന്ന് കുളിച്ചേച്ച് വരാം. പ്രകാശൻ അവൻ അയലോക്കത്ത് കിടന്ന് ചില്ലറ പരിപാടിയല്ല ഒപ്പിക്കുന്നത്. പറട്ടെ, ഈ വഴിയിൽ കാത്തു നിന്നു ഞാൻ, ഇന്നും അവൻ കാണാൻ വന്നില്ല. ചേച്ചി, എൻട്രി സോങ് പാടി വരുത്തുക. പാട്ടുപാടി മഴ പെയ്ച്ചെന്ന് കേട്ടിട്ടുണ്ട്. പാട്ടുപാടി പ്രകാശന വരുത്തുന്നത് ഞാൻ ആദ്യം. ചേച്ചി, ചേച്ചി, ഇവിടെ ഇങ്ങനെ ഒരാള് പനംകുറ്റി പോലെ ഇരിപ്പുണ്ടോ? ഇവിടെ നിപ്പുണ്ടായിരുന്നു. ഇവിടെ നിന്റെ കണ്ണി പിടിച്ചില്ല. ഞാൻ അങ്ങോട്ട് വ്യൂ അങ്ങോട്ടായി. വ്യൂ അങ്ങോട്ടാണ്, അതെനിക്കറിയാം. നിന്റെ വ്യൂ ഞാൻ പിടിക്കും. ചേച്ചി പൊടിക്കടങ്ങടാ. ഞാനിവിടെ ഭർത്താവ്, ഞാൻ നിപ്പില്ലേ? ചേച്ചി എവിടെയാണ്? ചേച്ചി കുളിക്കുക. എന്നാ പോയിട്ട് വരാം. അല്ലെന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് കുളി കഴിഞ്ഞ് ആ സമയത്ത് എന്തിനു കുളി കഴിഞ്ഞ് നീ വരണം? അതെന്നറിയോ ചേച്ചി, ഞാൻ തമ്മിൽ ചില്ലറ ഇടപാടൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടേ നിങ്ങൾ തമ്മിൽ ഇടപാടുണ്ടല്ലേ? അതെ അതെ. എന്തിടപാടാടാ? ചേച്ചിക്ക് ഞാനൊരു 300 രൂപ കൊടുക്കാൻ കൊടുത്തേക്കാം. അതാണ് എന്നാ ഇത് എടുക്കണ്ട. പൈസ നിങ്ങളുടെ പൈസ അറിയില്ല, നിങ്ങളുടെ പൈസ തരണ്ടെന്നാണ് ചേച്ചി പറഞ്ഞേക്കണത്. നിങ്ങൾ ഉടായ്പാണ്. ഞാൻ ചേച്ചിയുടെ കല്യാണം ഞാൻ കൊടുത്തോളാം. ഏത് തോർത്താടി? ആ ചുമര തോർത്ത്, അതാണ് ചേച്ചി കുളിക്കാൻ എടുക്കണത്. എങ്ങനെ
അവള് ചുമലത്തോർത്ത വീഴുന്നത് നീ എങ്ങനെ അറിഞ്ഞടാ? കുളിച്ചിട്ട് വരുമ്പോ ഞാൻ കുളിച്ചിട്ട് വരുമ്പോ അല്ല തലയെ കെട്ടിയിട്ട് ചേച്ചി മുറ്റത്ത് നിൽക്കുമ്പോ ഞാൻ കാണാറുണ്ട് ചുമലത്തോർത്ത് തലയെ കെട്ടിയിരിക്കണ ഞാൻ കാണാറുണ്ട്. അങ്ങനെ പറഞ്ഞതാ. ആണല്ലേ? അതാണ്. പ്രകാശ, കഴിഞ്ഞ മാസം ഞാൻ ബൈക്കിൽ നിന്ന് തലയും കുത്തി വീണ് തലയും പൊട്ടി ചോര വലിപ്പം ഞാൻ തുണിയും കെട്ടി ഇവിടെ ഇരുന്ന് നീ മൈൻഡിയോ? അത് തല പൊട്ടി ചോര ഒലിപ്പിച്ചാണോ? പിന്നെ ഞാനോർത്ത് ചേച്ചി കുളിക്കണ ചുമലത്തോർത്ത് കെട്ടിയേക്കണെന്ന്. എന്നിട്ടോ അവളെ ചേച്ചിയുടെ തോർത്തെന്ന് വിട്ടില്ല. കണ്ടോ? നിങ്ങൾ തോർത്തെടുത്ത് കൊടുക്കണ്ടി. തോർത്ത് ഞാനെടുത്ത് കൊടുക്കാം. ആ തോർത്ത നീ വാങ്ങി പറഞ്ഞേ. ആ തോർത്ത് അവിടെ നിക്കുന്നുണ്ടെന്ന് എടുത്താ. നീ എടുത്തരാ ഞാൻ തുറക്കടി. അങ്ങോട്ട് തിരി തുറക്ക്. അത് അവിടെ പിടിക്കില്ലെന്ന്. അത് വിട് ഞാൻ ഇനി ഞാൻ പിടിച്ചിട്ടില്ല, നീ അകത്തുനിന്ന് തുറക്ക്. ചേട്ടാ ഇവിടെ തുറക്കാൻ പറ്റുന്നില്ല. തുറക്കാൻ പറ്റുന്നില്ല? കുറ്റി തുറന്നു നോക്കി. ഞാൻ കുറ്റി തുറന്നിട്ടൊന്നും തുറക്കാൻ പറ്റുന്നില്ലെന്ന്. ടെൻഷൻ പിടിക്കണേ. ഞാൻ ശരിക്കും പിടിക്കേ. ഇടി പിടിക്കണോണ്ടീ. ചേട്ടാ ഞാൻ കയറി പിടിച്ചാലോ? ലോക്കല് ഞാൻ പിടിച്ചാലോ? ലോക്ക ഞാനിപ്പോ തൽക്കാലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊള്ളല്ലോ നീ പിടിച്ച. ചേട്ടാ ഒന്ന് ശരിക്കും പിടിച്ച് വലിക്കണം. ടെൻഷൻ കയറല്ലേ. ഇതെന്നാന്നറിയാവോ ഗൗരി? കള്ളപ്പൂട്ട് വന്നാ. കള്ളപ്പൂട്ടാണോ? ഞാൻ കള്ളപ്പൂട്ട് തുറക്കാൻ മെയിൻ ആളാ. നീ മാറിക്കേ, ഞാൻ തുറക്കാം. മാറി ഇങ്ങോട്ട് ഞാൻ തുറക്കാം. ഇത് നോക്കട്ടെ, ഇങ്ങോട്ട് മാറി. സംഭവം കള്ളപ്പൂട്ട് വീണാണല്ലേ? സംഭവം കൊള്ളാം. ഇതേ നമുക്ക് എന്തെങ്കിലും ഒരു സ്കൂട്ടറോ എന്തെങ്കിലും സംഭവം നോക്കട്ടെ. വല്ല ഇരിപ്പുണ്ടോ സംഭവം ഇല്ലോട്ടോ നോക്കാം. സ്ക്രൂ ഡ്രൈവർ ഒന്നും ഈ ഭാഗത്ത്. കത്തിയുണ്ട്, അത് മതി. അടിപൊളി. ഷെയ്ക്കാൻഡ് തരാൻ പറ്റിയ സമയമാണല്ലോ. എന്ത് വിളി വേറൊരു ആ കത്തി അങ്ങനെ തുറക്കാൻ നോക്കട്ടെ. ചേച്ചി ടെൻഷൻ വേണ്ട കേട്ടോ. ഈ ടെൻഷൻ വേണ്ട കേട്ടോ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. എന്റെ ഭാര്യയോട് എനിക്കും അത് പറയാം. എന്താണ് ഇയാള്? ഇതേ ഞാൻ ഇതിൽ വലിയ ലോക്ക് തുറന്നിട്ടുണ്ട്. ആണോ? കണ്ട തുറന്നു. ഭാഗ്യത്തിൽ തുറന്നു. എന്റെ പൊന്നി പ്രകാശം. ഇതെങ്ങനെയാണ് ചേച്ചി ഇത് സംഭവിച്ചെങ്ങനെയാണ് ചേച്ചി? പ്രകാശ, ഞാൻ കടന്നിട്ട് അടച്ചുള്ളൂ വെറുതെ. ഇങ്ങനെ ഒന്ന് അടച്ചു, അത്രേ ഉള്ളൂ. ലോക്കായി. പ്രകാശ, നീ അതേം തുറന്ന സ്ഥിതിക്ക് ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഇച്ചിരി നേരം ഇവിടെ ഇരി കേട്ടോ പ്രകാശ. പ്രകാശ ചേട്ടാ, നീ ഇത് എവിടെയാണോ? ഞാനിവിടെ ബാത്റൂമിലാണ് ചേട്ടാ. ബാത്റൂമിനകത്തോ? തുറന്ന് പുറത്തേക്ക് ഇറങ്ങും, ചായ കുടിക്കാം. തുറക്കാൻ പറ്റിയത് ലോക്കായി പോയി. എന്നാ മണ്ടനാടാ. അവള് പുറത്തിറങ്ങിയപ്പോ നീ ചാടി അകത്ത് കയറി ലോക്കായോ? ചേട്ടാ ഞാൻ ബാത്റൂമിലുണ്ട്. ഇത് തുറക്കാൻ കിട്ടുന്നില്ല ചേട്ടാ. പ്രകാശ, എന്താ പ്രകാശ, എന്താണ് ഒച്ചമേളം ഉണ്ടാക്കി നിൽക്കണ? ഞാൻ ഈ ബാത്റൂമിൽ കിടന്ന് എന്നാ ഒച്ചപ്പാടുണ്ടാക്കാനാണ്? ചേട്ടാ ഞാൻ ബാത്റൂമിൽ തന്നെ ഉണ്ട്. അതെനിക്കറിയാലോ, ബാത്റൂമിൽ തന്നെ ഉണ്ടെന്ന്. പ്രകാശ, 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 എന്താണ് എന്താ ചേട്ടാ വിളിക്കാൻ പോകുന്നത്? റിട്ടേൺ റിപ്ലൈ ആണോ? എന്ത് മനുഷ്യനത്? ഗൗരി, ചേട്ടാ, ചേട്ടാ, ഗൗരി, ചേട്ടാ, ഗൗരി, ചേട്ടാ, ഗൗരി ടോൺ മാറുന്നു. ഗൗരി ടോൺ മാറുന്നു. ചേട്ടാ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ചേട്ടാ. ശ്വാസം കിട്ടുന്നില്ലേ? ശ്വാസം കിട്ടുന്നില്ല. ഞാൻ തല കറങ്ങിപ്പോ വീഴു. ചേട്ടാ ടെൻഷൻ അടിക്കണ്ട. ചേച്ചി തല കറങ്ങി വീഴുവാണെങ്കിൽ ഞാൻ കൃത്രിമ ശ്വാസം കൊടുത്തോളാം. എന്റെ ഗൗരിക്ക് കൃത്രിമ ശ്വാസം കൊടുക്കണ്ട. അവക്ക് നല്ല ശ്വാസം ഞാൻ കൊടുത്തോളാം. കൃത്രിമമായിട്ട് എന്ത് ഉള്ളിച്ചെന്നാലും കോമിറ്റിങ് ഉണ്ടാകൂടാ. നിങ്ങൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ നിങ്ങളെ ഇത് തുറക്കാനുള്ള എന്തെങ്കിലും പരിപാടി നോക്ക്. ആ ജംഗ്ഷനിൽ ഒരു ലെയ്ത്ത് ഉണ്ട്, അവിടെ പ്രമോ എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ട്. അവനെ വിളിച്ചോണ്ട് അവൻ തല്ലിപ്പൊട്ടിച്ച് തരും. അതായി ഉഗ്രനടിയെ. ജംഗ്ഷൻ വരെ ലെയ്ത്തിൽ പോയിട്ട് വരുമ്പോ എങ്ങനെയെങ്കിലും മാക്സിമം 20 മിനിറ്റ് എടുക്കും. ആ സമയത്ത് ഇവനിവിടെ കൊയ്ത്ത് നടത്തും. ഇവനെ പല ബാലങ്കനാര് ഐഡിയ ആയിട്ട് വന്നേക്കോ. പിള്ളേരെ കടയെ പറഞ്ഞ് വിട്ടിട്ടുള്ള പരിപാടി. പ്രകാശ, ഞാൻ വിളിക്കുമ്പോ റീപ്ലേ ആണോ? എടാ ഞാൻ ലെയ്ത്തിൽ പോകുന്നില്ല. എനിക്ക് ലെയ്ത്ത് ഇഷ്ടമല്ല. ഞാൻ ലെയ്ത്ത് പോകും. വേറെ എന്തെങ്കിലും പരിപാടി പറ. വേറെ ഇപ്പൊ എന്ത് ചെയ്യാൻ? അടുക്കള ടൂളിലൊന്നും നോക്ക്. അടുക്കള വരെ പോണെങ്കിൽ ഒരു മിനക്കെട്ട അടുക്കള അങ്ങ് അറ്റത്ത് കൊണ്ടുണ്ടാക്കി വെച്ചേക്കും. 5 മിനിറ്റ് സമയം എടുക്കും പോയിട്ട് വരാൻ. ആ അടുക്കള ഇവിടെ വല്ല എടുത്ത് എന്ത് പെട്ടെന്ന് സാധനം എടുത്ത് തുറക്കാതെ ഇപ്പൊ. അതെ, അടുക്കള വരെ പോയിട്ട് വന്നവരെ. എടാ നീ ഒന്ന് മിണ്ടിയും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ എന്ത് മിണ്ടിയും പറഞ്ഞ് നിക്കടാ. ഞാൻ ഇനി എന്നെ മിണ്ടി പറഞ്ഞു നിൽക്കാനാണ്? നീ പാട്ട് പാടും. പാട്ടോ? പാട്ട് പാടിക്കും. പാട്ട് പാടും. ഒരു നിമിഷം തരൂ നിന്നിലലിയ. എന്തെല്ലാം സിനിമാ
പാട്ടുകൾ വേറെ ഉണ്ടോ? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, ആത്മവിദ്യാലയമേ, ഈശ്വരൻ ഹിന്ദു അല്ല, അതൊക്കെ പാടാതെ നിനക്ക് അവിടെ നിന്ന് ഒരു നിമിഷം തരിയോ നിന്നിൽ അറിയാൻ കിട്ടിയത്? ഇനി മാത്രം അറിയാൻ നീ എന്നോട് കറിയപ്പാണോ? കറിയപ്പ് നീ പാട്ട് പാടണ്ട, നീ പാട്ട് പാടണ്ട, നീ വേറെ എന്തെങ്കിലും പറഞ്ഞേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു സബ്ജക്ട് ഇട്ടതാ ഞാൻ പറയാം. നീ പറയുമ്പോ സബ്ജക്ട് ഇട്ട് തരാൻ ഞാൻ ശശാങ്കരല്ല, ദിനേശനാണ്. സബ്ജക്ട് എനിക്ക് എന്റെ ഗൗരിയെ കാണണം, എനിക്ക് എന്റെ ഗൗരിയെ ഇപ്പൊ കാണണം. ചേട്ടാ എങ്ങനെ കാണാനായിട്ട്? ഞാൻ ഇവിടെ നിൽക്കുമല്ലേ. ഒരു പണി, ഞാൻ പുറത്തെ വെന്റിലേഷന്റെ അവിടെ വരാം, ഞാൻ പുറകെ അവിടെ വരാം. ചേട്ടാ വെന്റിലേറ്റർ ഉയരത്തിലല്ലേ നിക്കണം, അത്ര ഉയരം ഞാൻ ഇല്ലല്ലോ. ചേട്ടാ ടെൻഷൻ അടിക്കണ്ട, ചേച്ചിനെ ഞാൻ എടുത്ത് പൊക്കി പിടിക്കാം. വേണ്ട, എനിക്ക് എന്റെ ഗൗരിയെ കാണണ്ട. ഞാൻ മൊബൈലിലെ ഫോട്ടോ കണ്ട് തൃപ്തിപ്പെട്ടോളാം. വേണ്ട, ഗൗരിയെ കണ്ട. നീ ഒരു പണി, നിങ്ങൾ മിണ്ടിയും പറഞ്ഞ് നിൽക്കും, മിണ്ടാ നിൽക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ കൂടുന്നു. ഞാൻ ഈ ബാത്റൂമിൽ നിന്ന് എന്നാ മിണ്ടാനാ? എടാ സിനിമയുടെ കഥ പറയടാ. സിനിമയുടെ കഥ പറയാം. നിനക്ക് ടോപ്പിക്ക് ഞാൻ തരാം. സിനിമയുടെ കഥ. ചേച്ചി ഈ ഭരതൻ സാറിന്റെ വൈശാലി സിനിമ ഉണ്ടോ? എന്റെ പ്രകാശ, ഞാൻ വൈശാലി ഒന്നും കണ്ടിട്ടില്ല. എന്റെ പൊന്നി ചേച്ചി ഒന്ന് കാണണം. അതിനകത്ത് ഈ ആദിത്യ മര്യാദ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, എല്ലാം പോലെ ഭയങ്കര ഇതാണ്. പിന്നെ മറ്റേ മയിൽപ്പിലി കൊണ്ട് വൈശാലിന്റെ പുറത്ത് ഇങ്ങനെ എടാ ഭരതൻ സാർ എന്തോരം വേറെ സിനിമ ചെയ്തേക്കണ്ട, അപരം ചെയ്തു, അതിന് ദേശീയ അവാർഡ് കിട്ടി. ഇപ്പൊ രണ്ടാമത് റീ റിലീസും ചെയ്തു. അതെന്നാണ് ഇറങ്ങിയത്? അറിഞ്ഞില്ലേ? അവനതറിയല. അത് പോട്ടെ, കേളി, വെങ്കലം, അങ്ങനെ എത്രയോ നല്ല സിനിമ പൂജ ചെയ്തേക്കുന്നു. ആ സിനിമയൊക്കെ വിജയിച്ച കേട്ടാ? എങ്ങനെ വിജയിക്കൂടാ? നീയൊക്കെ വൈശാലി കളിച്ചതും കിടക്കുമല്ലേ. നീ സിനിമാ കഥയും പറയണ്ട, ഞാനൊരു ടോപ്പിക്ക് അങ്ങോട്ട് ഇട്ട് തരാം, അതിനെ പിടിച്ച് പറയാവോ? ആ ശരി, ഇട്ടതാ, ഞാൻ പറയാം. ഇസ്രായേൽ ഗാസ യുദ്ധം, അതിനെ കുറിച്ച് സംസാരിച്ചാൽ മതി. അതൊക്കെ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ടഫ് ആവണം, ഇരുന്ന് വർക്ക് ചെയ്യാൻ നിനക്ക് അതിന്റെ പരിപാടി ചെയ്തെടുക്കാൻ പറ്റും. ഇസ്രായേൽ ഗാസ യുദ്ധം, അതിനെ കുറിച്ച് സംസാരിക്കണം. ആണോ? അത് തുടങ്ങിയിട്ട് വേണം എനിക്ക് പോകാൻ. കേക്കട്ടെ. ചേച്ചി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്തോരം ആൾക്കാർ മരിച്ചു പോയല്ലേ ചേച്ചി? ഓ, ഞാൻ ടിവിയിൽ കണ്ടായിരുന്നടാ, കെട്ടിടങ്ങളും വീടും ഒക്കെ നശിച്ച് കംപ്ലീറ്റ് ശോകം. ഇതിൽ വേറൊരു പരിപാടി അവന് നടക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് ഓർക്കുമ്പോഴല്ലോ ചേച്ചി, എന്തോരം കുഞ്ഞുങ്ങളെ മരിച്ചു പോയല്ലേ യുദ്ധത്തില്? ഞാൻ വെക്കാറില്ലടാ സത്യം പറഞ്ഞ. ഒന്നാമത് നമുക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ. അത് ഞാൻ ചോദിക്കാൻ പറ്റില്ല, അതെന്താ? അയ്യോ അയ്യോ, കുഞ്ഞുങ്ങൾ ഇല്ലാതെയല്ല, ഉണ്ടാവാഞ്ഞിട്ടല്ല, കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ചേട്ടൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് കുറച്ചല്ലേ ആയുള്ളൂ. നമുക്കൊരു കുഞ്ഞിന്റെ സമയമായി. എടാ പാവി, അടുക്കള വരെ പോയിട്ട് വന്നപ്പോ നീ ഇസ്രായേൽ യുദ്ധം വലിച്ച് ഗൈനക്കോളജി വാർഡ് ഞാൻ നോക്കട്ടെ, തുറക്കാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. നോക്ക്. അയ്യോ, നോക്കട്ടെ. നിങ്ങൾ ആ ടൂൾ കൊണ്ടുവന്നോ? അതിലൊന്ന് തിക്ക് മേലോട്ട് കയറ്റ്. പയ്യെ തുറക്ക്, പയ്യെ തുറക്ക്. ചേട്ടാ അത് വേർത്തല്ലോ. എന്ത് കഷ്ടം. ആവശ്യത്തെ പരിപാടി പോലും കത്തി എടുത്തിട്ട് ഗൗരി, ഗൗരി, ചേട്ടൻ എവിടെ? ഞാൻ ബാത്റൂമിനകത്ത്, നിങ്ങൾ എവിടെ? ഞാൻ പുറത്ത്. പ്രകാശനോ? ഞാനിവിടെ ഉണ്ട് ചേട്ടാ. എങ്ങനെ അടിച്ചാലും പന്ത് അവന്റെ ബോസില. നിങ്ങള് ഞാൻ ആദ്യം കയറിയല്ലേ ചേട്ടാ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ചേച്ചി ഞാനിവിടെ നിൽക്കുന്നോടത്ത്, ഈ ചേച്ചി എന്ന് പറഞ്ഞാലേ എനിക്ക് സഹോദരിയെ പോലെയാ. എങ്ങനെയാന്നാ? സഹോദരിയെ പോലെ. സഹോദരിയെ പോലെ. ആ പോലെയാണ് എന്റെ പ്രശ്നം മുഴുവൻ കിടക്കുന്നത്. നീ അവിടുന്ന് കുത്തി തുറക്കണം ഇതെങ്ങനെങ്കിലും. നീ ഒരു മണി അപ്പുറത്തെ ലൈറ്റിൽ പോയി പ്രമോദിനെ വിളിച്ചോണ്ട് വാ. എന്റെ പൊന്നിയേട്ടാ, ഈ നട്ടക്കണ്ട വേലത്തി എനിക്ക് പറ്റിയല്ലോ ലേറ്റി പോനായിട്ട്. ദിനേശേട്ടാ എപ്രാളപ്പെടില്ല, ഞാൻ പോവാ. മതി മതി മതി. ചേച്ചി വാങ്ങി ഞാൻ ബൈക്ക് എടുക്കാം, നമുക്ക് കുഴപ്പം. ദിനേശേട്ടാ എപ്രാളപ്പെടില്ലേ, ഞാൻ നടന്നു പൊക്കോളാം. ചേച്ചി നടന്നു പോയ ചൂടാണ്, ചാനടിക്കും. അങ്ങോട്ട് ഇറങ്ങട്ടാ, നിന്നെ ഞാനടിക്കും. ഞാനടിക്കും. എങ്ങനെങ്കിലും തുറക്കാം ഇത്. പ്രകാശം ഒന്ന് നോക്കാം. ഇതേ നിങ്ങൾ ടെൻഷൻ അടിക്കില്ലേ. ഇതേ അടിക്കടി ഇങ്ങനെ ലോക്ക് വീണുണ്ടെങ്കിൽ ഈ ലോക്കിനകത്ത് എന്തോ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. സംഭവം പിടുത്ത് കിട്ടി. തുറന്നു. നീ ലോക്കാവില്ല, ലോക്കാവില്ല. ഇത് കണ്ട, ഇത് കണ്ട, ഇതിനകത്തെ ഈ ലോക്കിനകത്ത് ആരോ ചൂയിങ്കം കുത്തി കയറ്റി വെച്ചേക്കാണ്. അതാണ് ഈ ലോക്കാവണത്. ചൂയിങ്കം കുത്തി കയറ്റി വെച്ചത് അതാണ്. ചൂയിങ്കം കുത്തി കയറ്റി വെച്ചേ? അത് ഞാനാ. എന്തിന്?
ഞാനിവിടെ ഇല്ലാത്തപ്പോ നീ കുളിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് ഒളിഞ്ഞു നോക്കാതിരിക്കാൻ ഞാൻ ചെയ്ത പരിപാടി അത്. എന്റെ ദൈവമേ, ഇവിടെ ആരും വന്ന് ഒളിഞ്ഞു നോക്കാനാ ചേട്ടാ? അതിലൊക്കെ ആൾക്കാരുണ്ടല്ലോ. ഈ മനുഷ്യനുണ്ടല്ലോ സത്യം പറഞ്ഞ ഇതിനകത്ത് പുറത്തിറക്കി വിട്ടതാണ്. ഈ ബാത്റൂമിലിട്ട് പട്ടിണിക്കിട്ട് കൊല്ലായിരുന്നു. കേട്ടി പൂട്ടി ഇയാളെ. എന്താടാ എന്താ പ്രകാശ നീ പറഞ്ഞേ? എന്താണ്? നിർത്തറ. ഈ നിൽക്കുന്നതേ എന്റെ ഭർത്താവാ. ഈ മനുഷ്യനെ ബാത്റൂമിലിട്ട് പൂട്ടാനോ? ഗൗരി, ഇങ്ങനെ മാനസിക രോഗ ആശുപത്രിയിലിട്ട് പൂട്ടണം. എന്റെ പ്രകാശ നീ ഇങ്ങോട്ട് വന്നേ, ചായ ഉണ്ടാക്കി തരാം. വാ. അല്ലേ അടുക്കളയിലേക്ക് പോകുന്ന കൊള്ളാം. അടുക്കളയുടെ വാതിൽ അടക്കണ്ട. അതിന്റെ ലോക്കിനകത്ത് 2 ബബിൾക്കാ ഞാൻ കയറ്റി വെച്ചിരുന്നു. അല്ലേ ചേട്ടാ? ഓ അമ്പോ പാസി, എന്റെ പൊന്നെ ഒരു രക്ഷയില്ലട്ടാ. ഇങ്ങനെ സംശയം ഉണ്ടാവോ? ഇങ്ങനെ ഉണ്ട്. എന്റെ അമ്മ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം പറയണത് കൗണ്ടറുകളാണ് ഈ 3 പേരുടെ കയ്യിൽ നിന്നും. ഇതെങ്ങനെ ഉണ്ടാക്കിയ സാധനം? കാരണം ഇങ്ങനെ ഒരു സംശയം വേണമെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് അപ്പുറത്തെ ആളെ കുറ്റം പറയാം, അല്ല അപ്പുറത്തെ ആൾ വന്നതിന് ശേഷം ഇവർ രണ്ടുപേരും കുറിച്ച് കുറ്റങ്ങൾ പറയാം. പക്ഷേ ഈ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റൂമിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ അടഞ്ഞു പോയിട്ടുള്ള സംഭവം അത് സഹിക്കാൻ പറ്റുമോ ഇയാൾക്ക്? അതിൻ്റെ ഉള്ള വെപ്രാളങ്ങൾ മൊത്തം എൻ്റെ പൊന്നു വാസി ഭയങ്കരമായിട്ടുണ്ട്. സംശയമുള്ള ചെറിയൊരു രോഗമുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവസാനം യുദ്ധത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞു. അതിനകത്ത് പിടിക്കൂലെന്ന് ഞങ്ങളും കരുതി. പക്ഷെ ആ ഒരു പിടുത്തം ഭയങ്കര പിടുത്തമാണ്. ഈ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞ് ഈ നമ്മുടെ ഈ കുട്ടികളില്ലാത്ത സംഭവം പറയാൻ അത് ഒരിക്കലും ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു കൗണ്ടറിലേക്ക് വരുമെന്ന്. അതൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു കേട്ടോ. ക്ലൈമാക്സ് വന്നായിരുന്നു. ക്ലൈമാക്സ് ഗംഭീരമായിരുന്നു. ഇതിന് പറ്റിയ ക്ലൈമാക്സ് ആയിരുന്നു. 3 പേരും നല്ല 100 പറന്ന് കളിക്കായിരുന്നു. അല്ല ഈ പൊതിച്ചോറിലുള്ള സാധനമില്ല, അത് ഉഗ്ര സാധനമാണ്. നമുക്ക് അത് നമ്മുടെ രാജേഷ് പാലോട് പറഞ്ഞാണ്. അത് ഉഗ്ര സാധനം. പൊതിച്ചോറ് കഴിക്കാത്തവരായിട്ട് എനിക്കൊന്ന് പണക്കാരും കഴിച്ചിട്ടുണ്ടാകും, പാവപ്പെട്ട. ഈ സാധനം മോരുകറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് പൊട്ടിച്ചാ പിന്നെ ഒഴിച്ച് തീർക്കണം. അല്ലേ കാര്യം ഡെസ്കിന്റെ ഒക്കെ മേളിൽ വെച്ചാൽ അത് തുളുമ്പും കയ്യെ കൊണ്ട് നടക്കണം. അത് ഉഗ്ര സാധനമുണ്ട്. അത് അനുഭവമുള്ള ഒരു കോമഡിയാണത്. അത് ബ്രില്യൻ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി, സൂപ്പർ. ബാക്കി ഇവർ രണ്ടുപേരും പറയട്ടോ, വളരെ വെരി ബെസ്റ്റ്. താങ്ക് യു മണിക്കൂട്ടാ. അത്യുജ്വലമായ സ്കിറ്റ്. 3 പേരും അത്ഭുതകരമായ പ്രകടനമായിരുന്നു. 3 പേരും. നമുക്ക് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കള്ളൻ്റെ കൂടെയും കൊലപാതകയുടെ കൂടെ ജീവിക്കാം, പക്ഷെ ഒരു സംശയരോഗിയുടെ കൂടെ ജീവിക്കാൻ ഭയങ്കര പാടാണെന്ന് അല്ലേ? ഈ പറയുന്ന പോലെ എൻ്റെ ബാസി ചേട്ടാ, നിങ്ങളൊരു പെർഫോമൻസ് ഉണ്ടല്ലോ. നിങ്ങൾ ഇയാളെ കൂടെ എങ്ങനെ ജീവിക്കും ഇവർ? ഈ ക്ലൈമാക്സിൽ ഇവർ എന്തായിരിക്കും ഇതിലോട്ട് വരുന്നത്? ആ ഒരു പെർഫോമൻസ്, ഇത് എങ്ങനെയൊക്കെ ഈ സ്കിറ്റിനെ മെച്ചപ്പെടുത്താമോ, എങ്ങനെയൊക്കെ ഈ ആക്ടിനെ നന്നാക്കാമോ, ഈ ആക്ടിലൂടെ എങ്ങനെയൊക്കെ എല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുമോ, അത് 100% നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യും. അതല്ല, ലേത്തിൽ പോയി വരുമ്പോൾ ഇവിടെ നല്ല കൊയ്ത്തായിരിക്കും. അടുക്കള ആരാണ് അങ്ങോട്ട് വെച്ചത്? അതെ. അങ്ങനെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. എൻജോയ്ഡ് എ ലോട്ട്. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പെയ്തൊഴിയാത്ത മഴ പോലെയായിരുന്നു കൗണ്ടർ വീണത് കേട്ടോ. അതേപോലെ കൗണ്ടറായിരുന്നു ഇത്. നിങ്ങളുടെ തലയിൽ ഉദിച്ച ഒരു സ്ക്രിപ്റ്റ് അല്ലേ? അതെ. എവിടെന്നെങ്കിലും പ്രചോദനം കിട്ടിയോ ഇങ്ങനെ ഒരു പ്ലാൻ എടുക്കാനായിട്ടോ, ഇങ്ങനെ ഒരു പ്ലോട്ട് എടുക്കാനായിട്ടോ? കഴിഞ്ഞപ്പോ മറ്റേ നമ്മുടെ ഡയറക്ടർ പറഞ്ഞേ അടുത്ത പ്രാവശ്യം ഒരു സംശയം സ്കിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ചെയ്തേക്കാം. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ച് അങ്ങനെ എടുത്തു മാത്രം. അങ്ങനെ ചിന്തിച്ചെടുത്താണല്ലേ? എന്തായാലും കൊള്ളാമായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് നിങ്ങൾ 3 പേരും. അതിൽ ബാസി എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു 1 man ഷോ വേണമെങ്കിൽ പറയാം. നിങ്ങൾ സപ്പോർട്ടാണെങ്കിൽ പോലും ബാസിയാണ് അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ആടി 2-3 പ്രാവശ്യം. സത്യം. അത് അയാളുടെ പിടിവിട്ട് പോകുന്നതാണേ. ആ പിടിവിട്ട് പോകുന്ന അവസ്ഥയാണ്, ആ ഫീലിംഗ് ആണ് അവിടെ കാണിച്ചത്. അപ്പോൾ അത്രയ്ക്ക് മനോഹരമായിട്ട് ഈ സാധനം തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഓടിച്ചു കൊണ്ടുവന്നു. അതിൻ്റെ അകത്തേക്ക് വേറൊന്നും കൊണ്ടാ കുത്തിക്കയറ്റിയിട്ടില്ല. ഇതിന് വേണ്ട ലോജിക്കിലുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗംഭീരം. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു. അടിപൊളി. അപ്പോൾ മാർക്ക് കൊടുക്കാം. ആരാണ് ആദ്യം? ഞാനാണ് ആദ്യം. എത്രയാണ് ആദ്യം? ഞാനൊരു 18,000 രൂപ കൊടുക്കുകയാണ്. 18,000 രൂപ. അതിന് മുകളിലേക്ക് ഞാനും വെക്കുന്നില്ല. ഞാനും ഒരു 18,000 രൂപ കൊടുക്കുക. 36,000 രൂപ. ബാക്കി കൊടുത്തോ? ബാക്കിയുള്ളത് എല്ലാം കൂടി ഞാൻ കൊടുത്താക്കാം. ദേ പിടിച്ചോ. വന്നു ടോട്ടൽ 80,000 രൂപയുടെ സിൽവർ
മായയിൽ നിന്ന് തുടങ്ങാൻ പറയൂ മായ. 80,000 രൂപ ബാക്ക് ടു ബാക്ക് സിൽവർ. ഇരട്ടി സന്തോഷം, ആ. ഒരുപാട് സന്തോഷം. കാരണം ഇവരുടെ ടീമിന്റെ ഒരു പേര് നിലനിർത്താൻ പറ്റിയല്ലോ. പിന്നെ ഓഡിയൻസിനോട് ഒരു പ്രത്യേക താങ്ക്സ് ഉണ്ട്. ആ. അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മുടെ അടൂരുള്ള റെക്ക ഫോക്ക് ബാൻഡ് അവരാണ്. അവർക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ കൈഡ് നിങ്ങൾ തന്നെ കൊടുത്തോളൂ. പ്രകാശ്, ഇത്ര നാൾ സ്കിറ്റ് കളിച്ചെങ്കിലും പരസ്പരം കാണാതെ ഒരു സ്കിറ്റ് കുറച്ച് സമയം മാത്രമേ കണ്ണുള്ളൂ, പിന്നെ കുറെ അധികം കാണാതെ. മതിലുകൾക്ക് ആ സിനിമ പോലെ ആയി. അടിപൊളി. ചേട്ടാ പറയൂ, സംശയത്തിന് ഒന്ന് കുറയ്ക്കണം കേട്ടോ സംശയം. നമ്മൾ നിങ്ങളെ പോലെ കണ്ടുപഠിക്കൂല. അല്ല, നിങ്ങളെ പോലെ ഒന്നും പറയരുത്. ആരായിരുന്നു കറക്റ്റ് പറഞ്ഞു അങ്ങനെ നോക്കിയാൽ. അതിപ്പോ ജഡ്ജാന്ന് വാങ്ങിക്കണമെന്ന് നോക്കുക, മുഖത്ത് നോക്കി ഇങ്ങ് പറ. അതിങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന അത്രയും ആൾക്കാരുണ്ട്. ഒരുപാട് പേരുണ്ട്. ബാസേട്ടാ 80,000 സന്തോഷം പറ. 80,000 ഒരുപാട് സന്തോഷം. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. നല്ല കോമ്പിനേഷൻ ആണ്, നല്ല കോമ്പിനേഷൻ. അപ്പൊ രണ്ട് സ്കിറ്റായിട്ടും പഞ്ച് തന്നെയല്ലേ അടിക്കുന്നത്? അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ തന്നെ പോട്ടെ. നിങ്ങൾ പഞ്ചടിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം, കാര്യം ഞങ്ങൾക്ക് ഒരുപാട് ചിരിക്കാൻ പറ്റും. അത് അങ്ങനെ തന്നെ ഉഷാറായിട്ട് പോട്ടെ. ബ്രൂണോയിട്ട് തിരിക്കണം. ശരി, ഓക്കെ ബൈ. ഓക്കെ ബൈ. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റംമാരുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ സ്റ്റെറുകളാണ് പെർഫോം ചെയ്യാൻ വരുന്നത്. സൈന്ധവ് ഉണ്ട്, ദേവിലക്ഷ്മി ഉണ്ട്, ആര്യത്തിനുണ്ട്. ഒരു നല്ല കൈഡ്. ഒരു ടെൻഷനും വേണ്ടെന്നേ. ഇപ്രാവശ്യത്തെ കലോത്സവം നമ്മൾ തന്നെ തൂക്കും. വേദി തൂക്കാനാണെങ്കിലേ അച്ഛൻ ചെന്നങ്ങ് തൂത്താ മതി. ട്രോഫികൾ വാങ്ങിച്ച് തൂത്തു പറക്കുമെന്ന് നമ്മള്. അച്ഛാ, കലോത്സവത്തിന് പേരെടുത്തിട്ട് 2 ദിവസമായി. ഇതുവരെ എന്നെ പഠിപ്പിക്കാൻ മാഷ് വന്നിട്ടില്ല. നിന്റെ ഈ ധൃതിയും വെപ്രാളവും നിർത്തണം. അമ്മയുടെ അതേ സ്വഭാവം തന്നെ. അമ്മ എന്തൊരു ധൃതി കാണിച്ചെന്ന് പണ്ടൊരു ദിവസം എവളെ അമ്മ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ പോയൊന്ന് ഇഷ്ടമാണെന്നങ്ങ് പറഞ്ഞ്. എവളെ അമ്മയ്ക്ക് ഒരേ ധൃതി, കല്യാണം കഴിച്ചേ പറ്റൂ. പറഞ്ഞു തീർന്നില്ല, അതിന്റെ പിറ്റേന്ന് തന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞു. എടി, ഈ മനുഷ്യർക്ക് ധൃതിയും വെപ്രാളം കൂടിയാ നമുക്ക് കിട്ടാനുള്ള നല്ലതൊന്നും നമ്മൾക്ക് കിട്ടില്ല. മനസ്സിലായോ? മനസ്സിലായി. എന്തിനു മനസ്സിലായെന്ന്? അമ്മ ധൃതി വെച്ചോണ്ടാണ് അച്ഛന് നല്ലത് കിട്ടാത്തതെന്ന്. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എടി, ഞങ്ങള് 3 മക്കളായിരുന്നു. ഞങ്ങളൊന്നും കലോത്സവത്തിന് കൊണ്ടുപോകാൻ ആരുമില്ല. അതിനെന്റെ അച്ഛൻ ആരും കുറ്റം പറഞ്ഞിട്ടുമില്ല. അതിന് മൂത്തച്ഛനെ എന്തിനു കുറ്റം പറയണം? സ്കൂളിൽ പോണവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ കലോത്സവം. അല്ലാത്തവർക്ക് കലോത്സവത്തിന് പോകേണ്ട ആവശ്യമില്ല. പൊന്നച്ഛൻ എങ്ങനെയെങ്കിലും മാഷിനൊന്ന് വിളിച്ചു വരുത്തു. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും ഇതൊക്കെ നടക്കുമായിരുന്നു. ഓർമ്മിപ്പിക്കല്ല പൊന്നേ, രണ്ടിനെയും കൂടെ സഹിക്കാൻ എനിക്ക് വയ്യ. ഓഹോ, ആ പാവം ഗൾഫിൽ കടന്ന് കഷ്ടപ്പെട്ട് അയച്ചേർന്ന പൈസക്ക് ഇവിടെ പുട്ടടിച്ച് കിടന്നിട്ട് ഇതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? ഇതൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ ഈ അച്ഛന്. നിന്റെ അമ്മ നിന്നെ കളഞ്ഞിട്ട് ജോലിക്ക് പോയപ്പോ നിന്നെ നോക്കാനിരുന്ന നാളോട് തെറ്റ്. അച്ഛൻ ജോലിക്കും കൂലിക്കും പോകാതെ പെരക്കകത്ത് കുത്തിയിരുന്നപ്പോ പട്ടിണിയാണെന്ന് വിചാരിച്ചോണ്ടല്ലേ അമ്മ ജോലിക്ക് പോയത്. ഇപ്പൊ പോയതും കുറ്റം. കേട്ടില്ലേ ദൈവമേ ഈ കൊച്ചു പറഞ്ഞത്? ഈ അച്ഛന്റെ രോദനം. ഇതാണ് അച്ഛാ മോണാക്ട്. ഒരുത്തൻ ഇവിടെ ഉരുകി തീരുമ്പോ എന്റെ പൊന്നച്ച എങ്ങനെയെങ്കിലും മാഷിനെ വിളിക്കാൻ നോക്ക്. മാഷ് വരൂടി, മാഷ് വരൂന്നല്ലേ പറഞ്ഞത്. വന്ദനം. ആരാ? പ്രസന്നകുമാരൻ. കലോത്സവത്തിന് പഠിപ്പിക്കാൻ വന്നതാണ്. മാഷേ വന്ദനം. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. കുട്ടിയാണല്ലേ പഠിപ്പിക്കുന്നത്? അതെ അതെ, നമുക്ക് തുടങ്ങാം. പിന്നെ എന്റെ കൊച്ചിനെ പാട്ട് ഐറ്റം വല്ല പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പാടാവുന്ന പാട്ട് മാത്രം പഠിപ്പിച്ചാ മതി. കഴിഞ്ഞ വർഷം ഞാൻ പൈസ മുടക്കി എന്റെ കൊച്ചിനെ പഠിപ്പിച്ച പാട്ട് 5-6 പേര് നിന്ന് പാടുന്നു. അച്ഛാ, അതാണ് സമൂഹഗാനം. സമൂഹത്തിന് പാടണമെങ്കിൽ സമൂഹം പൈസ കൊടുത്ത് പാടണം. എന്റെ പൈസക്ക് അങ്ങനെ സമൂഹം പാടണ്ട. എടാ, തോൽവിക്ക് പോലും തോൽവിയായവനെ സമൂഹഗാനം അങ്ങനെ പാടാൻ പറ്റൂ. സംസാരിച്ച് നിൽക്കാതെ എന്റെ കൊച്ചിനെ ക്ലച്ചിപ്പൊടി പഠിപ്പിക്കും. ക്ലച്ചിപ്പൊടിയോ? അല്ല, അല്ല, കുരിച്ചുപൊടി. കുരിച്ചുപൊടിയാ? അല്ല, കച്ചി. എന്റെ പൊന്നച്ച, കുച്ചിപ്പൊടി. ആ പൊടി പഠിപ്പിക്കങ്ങോട്ട്. ഓ, പഠിപ്പിക്കാം. എനിക്ക് ദാഹിക്കുന്നു, ഇച്ചിരി വെള്ളം കൂടി തരാവോ? ഞാൻ തന്നെ പോണം. മോളെ, നമുക്ക് കുച്ചിപ്പൊടിക്ക് പകരം മോഹിനിയാട്ടം പഠിച്ചാലോ? ശരി മാഷേ, പഠിക്കാം. ഓക്കെ.
തന്നെ കാണിക്കുവോ? അല്ല മാഷ് കളിച്ച്. എന്റെ പൊന്നു കൊച്ചേ, ഞാൻ സ്റ്റെപ്പ് നോട്ടല്ല ഇവിടെ ഉറുമ്പന്റെ കാലേ കയറിപ്പോ ഞാൻ അത് തട്ടിക്കൊടഞ്ഞ് കളഞ്ഞതാ. അതെ, ഇവിടെ കൊണ്ടുവന്ന് സാധനം ഒന്നും കഴിച്ചിട്ടേക്കരുത്. മാഷ എന്തോന്ന് മാഷിയെ നോക്കണത്? ഒരു ഉറുമ്പ് മിച്ചറും കൊണ്ട് പോകുന്ന പോക്ക് കൊണ്ടാടി. എന്റെ പൊന്ന് മാഷെ, മാഷ് ഞാൻ ഒരു കൂട് മിച്ചർ വാങ്ങിച്ചു തരാം. മാഷ് ഒന്ന് എന്നെ പഠിപ്പിക്കൂ. വാക്കാണേ വാക്ക് വാക്ക് വാക്ക്. തുടങ്ങാം. അത് തൊഴുതെടുപ്പ്. തകണം തരികിട ജംത തത്തകണകു ജഗണപുരം തകണം തരികിട ജംത തത്തകണകു ജഗണപുരം കിണം ജനം തക ജനം കിണം തക കിണം ജനം തക ജനം കിണം തക കിണം തജനം തകിനം തജനും കിണം തജനം കിണം ജനം തക ജനം കിണം തക കിണം ജനം തക ജനം കിണം തക തിക്കിടികിടികിടും തക തിക്കിടികിടികിടും സാറേ, തളർന്നു വെള്ളം. താങ്ക് യു. വെള്ളോടെ ഉണ്ടായിരുന്നല്ലേ, എവിടെ പോയി? പിന്നെ മാഷേ ചെറുതായിട്ടൊരു സംശയം. അല്ല, പെട്ടെന്ന് ചോദിക്കാ കുട്ടി, എനിക്ക് പോണ്ടതാണ് പഠിപ്പിച്ചിട്ട്. ഈ മുദ്ര എത്ര ഉണ്ട്? മുദ്ര ഒന്നേ ഉള്ളൂ, മമ്മൂട്ടിയുടെ കിടുക്കം പടവാ, പോയി കാണാം. ആ മുദ്രയല്ലെന്ന്, മോഹിനിയാട്ടത്തിൽ മുദ്രകൾ എത്ര ഉണ്ട് പഠിപ്പിച്ചു തരാം കുട്ടിക്ക് ഞാൻ. ആ പണ്ട് ഞാനൊരു സ്ഥലത്ത് 30 കുട്ടികളെ നൃത്തം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ നോക്കുമ്പോഴൊക്കെ അവര് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ഇവര് നന്നായിട്ട് കളിക്കുന്ന കണ്ട് ഞാൻ ഇവരുടെ കൂടെ ജോയിൻ ചെയ്തെന്ന് കളിച്ച് തുടങ്ങിയതല്ല. ആരോ താളം തെറ്റിക്കുന്നു. തെലങ്കയുടെ ഒരു അപശബ്ദം എന്റെ ചെവിയിലെ കർണപടങ്ങളിൽ തുളച്ചങ്ങ് കയറി. പിന്നെ ഞാൻ വെളിയിലോട്ടിറങ്ങി നോക്കി, അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ വന്ന് ജോയിൻ ചെയ്ത് കളിച്ചു. ആരോ വീണ്ടും താളം തെറ്റിക്കുന്നു. വീണ്ടും ഞാൻ വെളിയിറങ്ങി നോക്കി, അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. എടാ പോട്ടാ, നീയാണ് തെറ്റിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. അതെങ്ങനെ മനസ്സിലായി? ഈ 30 പിള്ളേരും വേറെ മാഷിന്റെ അടുത്ത് പഠിക്കാൻ പോയപ്പോ ഞാനാണ് തെറ്റിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഈ 30 പിള്ളേരെ ഞാൻ വേറെ മാഷിന്റെ അടുത്ത് പഠിപ്പിക്കാൻ വിട്ടു. കലോത്സവത്തിന്റെ തിരക്കാണേ. തിരക്ക്. മാഷേ എന്നെ നാടോടി നൃത്തം പഠിപ്പിക്കൂ. നാടോടി നൃത്തം പഠിപ്പിക്കാം. താൻ ആദ്യം പോയി എനിക്ക് ഇതിൽ വെള്ളം എടുത്തോണ്ട് പോവാ. പിന്നെയും ആയിക്കോട്ടെ, മേല കുട്ടിക്ക് നമുക്ക് നാടോടി നൃത്തം പഠിച്ചാലോ? പഠിക്കാം മാഷേ, പഠിക്കാം. 3, 2, 1 സ്റ്റാർട്ട്. തന്തം പപ്പടം പൊടി പപ്പടം എണ്ണയിൽ കളകളം പാടുന്ന പപ്പടം കണ്ണുള്ള പപ്പടം കവിളുള്ള പപ്പടം ആനപ്പപ്പടം ചേനപ്പപ്പടം മുളക് പപ്പടം കുഞ്ഞ പപ്പടം പിന്നെ കടമുറ തിന്നുവാൻ മസാല പപ്പടം പപ്പടം വേണമയ്യാനാണ് പണ്ടാരത്തി മുത്തുലക്ഷ്മി ഉഴുന്നും കാരവും ഉപ്പും ചേർത്തരച്ച് പിട്ടുണ്ടാക്കി പപ്പടം പരത്തി കെട്ടുകളാക്കി ചന്തയിൽ പോകുമ്പോൾ അരക്കെട്ട് പപ്പടത്തിന് എന്താ വില? കർക്കിച്ചു തുപ്പി ഞാൻ തെറി പറഞ്ഞോടിക്കും കവലപ്പിള്ളേർ എന്തും ചൊല്ലും. കാലം മാറി കഥ മാറി പപ്പടമെല്ലാം പഴഞ്ചനായി നാടൻ സദ്യകൾ കണി കാണാനില്ല കച്ചവടം തീരെ കുറവായി 5-8 വയസ്സുള്ള കുട്ടികൾ 2 പേർ പുറമ്പോക്കിലാണ് എന്റെ താമസം. വെള്ളം ഇല്ലായിരുന്നല്ലേ? എന്തുവാണോ താനീ കാണിക്കുന്നത്? സോറി, ഞാൻ ഇനി ആവർത്തിക്കില്ല. ഇത്തിരി വെള്ളം എടുത്തോണ്ട് വരാമോ? താൻ പോയി. ഇനിയും വെള്ളം വേണോ? ഇതുവരെ വെള്ളം കൂടി മാറിയില്ലേ? ഇല്ല, താൻ പോയി വെള്ളം എടുത്തോണ്ട് വാ. പിന്നെ ഞാനേ മിമിക്രിക്ക് പേരും എടുത്തിട്ടുണ്ട്. ഈ മിമിക്രിയൊക്കെ നമ്മുടെ കൈ കിടക്കുന്ന സാധനമല്ലേ? കൂട്ടിക്കറിയാവോ? പ്രശസ്ത മിമിക്രിക്കാരൻ ബിജുക്കുട്ടൻ എന്റെ അച്ഛനാണ്. പിന്നെ ആശാനെ പോലെ ആണ്. ആധുനിക മിമിക്രിയിലെ 3 പ്രബന്ധങ്ങൾ പുള്ളിയുടെയാ. അറിയാവോ? പറഞ്ഞുതരൂ. ഒന്നും പറയാനില്ല. ഒന്ന് പറഞ്ഞതാ മാഷേ. അയ്യോ, അതല്ല, ഒന്നും പറയാനില്ലെന്ന്. ഒന്ന് പറഞ്ഞതാ. എന്റെ പൊന്നു വച്ച ആദ്യത്തെ പ്രബന്ധം ഒന്നും പറയാനില്ല. രണ്ടാമത്തെ കിലുക്കട്ടൻ. മൂന്നാമത്തെ പ്രബന്ധം കിടിലോസ്കി. എന്തായാലും മാഷ എന്നെ മിമിക്രി ഒന്ന് പഠിപ്പിച്ചതാ. പഠിപ്പിച്ചു തരാം.
പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഭൂമി കത്തി ജ്വലിക്കുന്നൊരു തീകോളമായിരുന്നു. അയ്യോ ബാത്റൂമിൽ ഫ്ലഷ് അടച്ചില്ല. ഭൂമി കത്തി ജ്വലിച്ചവരാണ് കുട്ടി. അങ്ങനെ ഭൂമി കത്തി ജ്വലിച്ചോണ്ടിരുന്നു. പിന്നെ പയ്യെ ഇവിടെ കാറ്റുകൾ വന്നു തുടങ്ങി. വെള്ളം കൊണ്ട് വന്ന നിനക്ക് പച്ച വെള്ളം തരാൻ പാടില്ല. എന്തുകൊണ്ടായി കിടന്ന് കാണിക്കുന്ന താൻ ആരാ? കുമാരൻ. പ്രസന്ന കുമാരൻ എന്ന് പറയുന്ന മാഷല്ലേ എന്നെ പഠിപ്പിക്കാൻ വരാന്ന് പറഞ്ഞേ? പ്രസന്ന എന്റെ ഭാര്യ. അവള് പ്രസന്നകുമാരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ അവൾക്ക് കലോത്സവം കൊണ്ട് നല്ല തിരക്കാം. എന്നാലുമാണ് നിങ്ങൾ വിളിച്ചത്. കിട്ടുന്നവർക്ക് കളയണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇങ്ങനെ പോന്നതാ. എടാ നിന്നെ പോലുള്ള മാഷിമാരാണ് നല്ല മാഷിമാരെ വില കളയുന്നത്. എടാ നമ്മൾ രക്ഷിതാക്കൾ വേണം ഇതൊക്കെ ശ്രദ്ധിക്കാൻ. ഇങ്ങനെയുള്ള മാഷിനെ വെച്ച് പഠിപ്പിച്ച ഇനിയും കലോത്സവ വേദിയിൽ അടിയുണ്ടാകും. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. എനിക്ക് കലയിലല്ലോ കഴിവ്, എനിക്ക് സ്പോർട്സിലാണ് കഴിവ്. സ്പോർട്സിലെന്താണ് കഴിവ്? ഓട്ടത്തിന്. സത്യമായിട്ടോ? എന്നാ ദേ നോക്കിക്കോ, ഓടിക്കോളാ. ഇവരാണ് നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. ഒരു നല്ല കൈഡി. ഓ ഇതിലെ സപ്പോർട്ടാണല്ലോ. നിങ്ങളുടെ സ്കിറ്റിലെ 4ാമത്തെ ആർട്ടിസ്റ്റിനോട് നമുക്ക് ചോദിച്ചു തുടങ്ങാം. ഇതുകൂടെ ചേട്ടാ. സൈന്ധവേ, ദേവി, എന്തോ? ആരിദത്ത്, കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയേണ്ടതല്ല. നിങ്ങൾ ഹൈ ലെവലിൽ കളിക്കുന്ന ആളുകളാണ് പിള്ളേര്. കാരണം നിങ്ങൾ കൊച്ചു പിള്ളേരാണെന്ന് പറയാതിരിക്കാൻ വേണ്ടിയുള്ള കാരണങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ജനങ്ങൾ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ ആളുകൾ കളിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ കളിച്ചതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ കാണുള്ളൂ. കൊച്ചു പിള്ളേരായിട്ട് കാണില്ല. കാരണം അതേപോലെ മനോഹരമായിട്ടാണ് കളിക്കണത് നിങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2-3-4 സ്കിറ്റായിട്ട് സൈന്ധവൊക്കെ ഭയങ്കര ഇത്തിരി ടെൻഷനിലാണോ, ഇനിയിപ്പോൾ ഒരു എനർജി കുറവൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടാ. ദേവിക്കും ഇതുപോലെ തന്നെ. ദേവിക്കും ഒന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് പെർഫോം ചെയ്യണമല്ലേ. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യദത്തിൻ്റെ ആ ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി, സൂപ്പറായിട്ട് തിരിച്ചു വരണം കേട്ടോ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. മോൻ ആര്യദത്തൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്റെ ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. ആ ഡാൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഓവറായേ പറ്റത്തുള്ളൂ. പക്ഷേ അണ്ടർ ആക്ടിങ് ചെയ്യേണ്ട സ്ഥലത്ത് അത് മോൻ കറക്റ്റായിട്ട് ആ മീറ്റർ പിടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ദേവി മോളും ആ സമയത്ത് ചില സ്ഥലങ്ങളിൽ ഇവർ രണ്ടുപേരുടെ, അതായത് ഈ മാസ്റ്ററിൻ്റെ അച്ഛൻ്റെ ഇടയിലൊക്കെ അങ്ങനെ ഒരു ബ്രിഡ്ജായിരുന്നു. അത് മോള് മനോഹരമായിട്ട് ചെയ്തു. സൈന്ധവ് എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റഡ് ആണ് സൈന്ധവ്. ഇന്ന് പക്ഷേ എവിടെ ഒരു എനർജി കുറവ് ചേട്ടന് ഫീൽ ചെയ്തു. പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ തരുന്ന ജോലികൾ വൃത്തിയായി ചെയ്യുന്ന ആൾക്കാർ എവിടെയെങ്കിലും ഒന്ന് താന്നുപോയ വിഷമം നമുക്കാണ് തോന്നുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, ഞാൻ ജഡ്ജായിട്ടല്ല, ഒരു പ്രേക്ഷകൻ എന്ന രീതിയിലാണ് എനിക്കാണ് ഫീൽ ചെയ്യുന്നത്. എത്രയോ ടെൻഷനിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിച്ചാൽ അതൊരു വലിയ ദൈവിക കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഏജ് വെച്ചിട്ട് എല്ലാവിധ ആശംസകളും മുന്നോട്ട് ശക്തമായി പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഈ യുവജനോത്സവം എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഭവമല്ല. കുട്ടികളുടെ വളർച്ചയ്ക്ക്, അത് കലാപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ഭയങ്കര ഊന്ന് നൽകുന്നൊരു മേഖലയാണ്. അതിന് വേണ്ടിയിട്ട് ഓരോ പേരൻസും ഒരുപാട് കാശ് മുടക്കുന്ന ഒരു സംഭവമാണ്. പറഞ്ഞു വന്നാൽ നിങ്ങൾ ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത് ഇപ്പം റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇപ്പം കലോത്സവങ്ങളുടെ സമയമാണ്. ഇപ്പം ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾക്ക് ജോലിയുള്ള സമയമാണ്. അപ്പം ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ തിരഞ്ഞെടുത്തത് വളരെ മനോഹരമായൊരു സബ്ജക്റ്റാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നിങ്ങൾ തിരഞ്ഞെടുത്തത് നന്നായി. പിന്നെ ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന, ഇവിടെ ഫുൾ കളിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കാട്ടിലും ഏറ്റവും കൂടുതൽ റിഹേഴ്സൽ ചെയ്തും കാണാതെ പഠിക്കുന്നതും നമ്മുടെ ഇവിടുത്തെ കൊച്ചുകുട്ടികളാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇപ്പം ഈ ഇടയായിട്ട് അടുത്ത കുറച്ച് എപ്പിസോഡുകളായിട്ട് എന്തോ റിഹേഴ്സലിന് ചെറിയ ചെറിയ പോരായ്മകൾ വരുത്തുന്നുണ്ട്. അതാണ് നിങ്ങൾ സ്റ്റേജിൽ ഈ ബാലൻസ് കുറവ് വരുന്നതും മറന്നു പോകുന്നതും ഓവർലാപ്പ് വരുന്നതിൻ്റെയൊക്കെ മെയിൻ കാരണം റിഹേഴ്സൽ പക്ക അല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പം റിഹേഴ്സൽ നല്ല മസ്റ്റായിട്ട് തന്നെ ചെയ്യുക. പിന്നെ സൈന്ധവന് ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്. സൈന്ധവന് കലോത്സവത്തിലെ മോണോ ആക്ട് അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഇടയിൽ അതും പഠിക്കണമായിരുന്നു ഇതും പഠിക്കണമായിരുന്നു. അതൊക്കെ കൊണ്ടൊരു കൺഫ്യൂഷൻ വന്നാണ് പല സ്ഥലത്തും സമ്മതിച്ചത്. ഓക്കെ, മാറ്റിയെടുക്കണം കേട്ടോ. ശരി എന്നാ. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം മാർക്സ് തരൂ. ആരാണ്? മണിക്കൂട്ടം കൊടുക്കട്ടെ. ഞാൻ ഒരു 7,000 രൂപ. 7,000 രൂപ. ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു 1,000 രൂപയും കൂടെ കൂട്ടി 8,000 രൂപ കൊടുക്കുകയാണ്. 15,000 രൂപ ആയിട്ടുണ്ട്. അപ്പൊ വിജയ്, ബാക്കിയെല്ലാം കൂടി ചേർത്ത് ഞാൻ കൊടുത്താക്കാം കേട്ടോ. മക്കളെ പിടിച്ചോന്നാ. ടോട്ടൽ എമൗണ്ട്
22,000 രൂപ. അടുത്ത പ്രാവശ്യം നമുക്ക് കലക്കണം. ഓക്കെ, ഉഷാറാക്കും നമ്മൾ. അപ്പൊ കൺഗ്രാറ്റുലേഷൻ. അടുത്ത പ്രാവശ്യം നമ്മൾ പൊളിക്കുന്നു. ഓക്കെ ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നല്ല സ്കിറ്റ് അല്ലേ? പതിവ് പോലെ ഒരു കാര്യം എടുത്തു പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്ക് ഒരുപാട് ഓഡിയൻസ് പല പല ഭാഗങ്ങളിൽ നിന്ന്, നമുക്ക് കേരളത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ഐറ്റം വേറെ ഒരുപാട് സ്നേഹിക്കുന്നവർ വന്നിട്ടുണ്ട്. പക്ഷേ ത്രൂ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഷൂട്ടിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ഷൂട്ടാണല്ലോ, രാവിലെ മുതൽ രാത്രി വരെ നീണ്ടിരിക്കുന്ന ഷൂട്ടാണ്. രാവിലെ എങ്ങനെയാണോ ഈ ഫ്ലോറിൽ വന്ന് നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റുകളെ ആദ്യത്തെ സ്കിറ്റ് മുതൽ സപ്പോർട്ട് ചെയ്തത്, അതേ എനർജിയിൽ അതേ പവറോടുകൂടി ഈ രാത്രി വരെയും സപ്പോർട്ട് ചെയ്ത അടൂരുകാർക്കൊരു സ്പെഷ്യൽ കൈയടി കൊടുത്തേ പറ്റുള്ളൂ. റെക്ക അല്ലേ, റെക്ക ഫോക്ക് ബാൻഡ് അവിടുത്തെ അംഗങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം. അടിപൊളിയായിരുന്നു, മനസ്സോട്ട് പറയുവാണ്. നല്ല ഓഡിയൻസ് ആയിരുന്നു നിങ്ങളെല്ലാവരും. ഇനിയും നിങ്ങൾ വരണം. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? പിന്നെ അല്ലാതെ ഉഷാറായിട്ട് ഇതിലും നല്ല എപ്പിസോഡ്, ഇതിലും നല്ല സ്കിറ്റുകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.